പാലക്കാട് കരടിയോട് ജനവാസ മേഖലയിൽ ഒറ്റയാനെ മയക്കുവെടി വെച്ചു. കാലിൽ മുറിവേറ്റ നിലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയതായിരുന്നു കാട്ടാന. കൂടുതൽ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും സച്ചിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സച്ചിൻ, കാട്ടാനയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. എന്താണ് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം? സിന്ധൂരി, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി മണ്ണാർക്കാട് കരടിയോട് ഭാഗത്ത് കാട്ടാനകളുടെ ശല്യം രൂക്ഷമായിരുന്നു. ഒറ്റയൻ കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടിയാണ് ഈ ഭാഗത്ത് ഇറങ്ങിയത്. ഇന്ന് രാവിലെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് സ്ഥലത്തെത്തി നിരീക്ഷിച്ചപ്പോഴാണ് ആനയുടെ കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. തുടർന്നാണ് ആനയെ മയക്കുവെടി വെക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 10:30ഓടെയായിരുന്നു തൃശൂരിൽ നിന്നും എത്തിയ വെറ്റിനറി സർജൻ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ മയക്കുവെടി വെച്ചത്. നിലവിൽ ആനയെ ഈ ഭാഗത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നിരീക്ഷിച്ചു വരികയാണ്. സമീപത്തെ റബ്ബർ തോട്ടം, അതുപോലെ തന്നെ വാഴ തുടങ്ങിയ കാർഷിക മേഖലയിൽ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒറ്റയാൻ നാശനഷ്ടം വരുത്തിയിരുന്നു. തുടർന്നാണ് ഈ ആനയെ നിരീക്ഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ആനക്ക് പരിക്കേറ്റതായി കണ്ടെത്തുകയും തുടർന്ന് മയക്കുവെടി വെച്ച് ഇപ്പോൾ നിലവിൽ ആനയെ നിരീക്ഷിച്ചു വരികയാണ്. സിന്ധു, സച്ചിൻ, മൃഗസംരക്ഷണ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ മുറിവ് ഗുരുതരമാണോ? മറ്റെന്തെങ്കിലും ആനയ്ക്ക് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ ആനയുടെ അടുത്തേക്ക് വെറ്റിനറി സർജനും അല്ലെ വനപാലക സംഘം പോയിട്ടില്ല. കാരണം ആനയെ മയക്കുവെടി വെച്ച് നിരീക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ ആനയുടെ മുറിവിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇതിൽ വലിയ രീതിയിൽ മുറിവില്ല എന്നാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. കാരണം ആനയുടെ മുറിവ് ഉണങ്ങിയതിനു ശേഷം കാട്ടിലേക്ക് തന്നെ അയക്കുമെന്നാണ് നിലവിൽ വനപാലക സംഘം അറിയിച്ചിട്ടുള്ളത്. സിന്ധു.